بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാനികളെ, ധാരാളം ഇബാദത്തുകൾ നമുക്കറിയാം. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഒക്കെ പുണ്യകർമ്മങ്ങളാണ്. ദിക്റ് ചൊല്ലല്, അതുപോലെ ധാരാളം പുണ്യകർമ്മങ്ങളുണ്ട്. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് സഹായം ചെയ്യല്, ഇങ്ങനെ ധാരാളമുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നാമൊക്കെ. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നവരാണ്. അതുപോലെ സുന്നത്ത് റവാത്തിബ് നിസ്കരിക്കുന്നവരാണ്. ഇങ്ങനെ ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്നവരാണ്. ദിക്റുകൾ ചൊല്ലുന്നവരാണ്. എന്നാൽ നന്മയുടെ മാർഗങ്ങൾ നമ്മുടെ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഓരോ സമയങ്ങളും, ഉറങ്ങുന്ന സമയവും നിയ്യത്ത് നന്നാക്കിയാൽ, മനസ്സിന്റെ നിയ്യത്ത് നന്നാക്കിയാൽ അത് ഇബാദത്തായി മാറും, ആരാധനയായി മാറും. മനുഷ്യനെ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പഠിച്ചത് എന്നെ ആരാധിക്കാനാണ് വേണ്ടി, അല്ലാതെ പഠിച്ചിട്ടില്ല. ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് പഠിച്ചത് എന്ന് ഖുർആൻ പഠിപ്പിച്ചത് കാണാം. അപ്പൊ നാം പരലോകത്തേക്ക് പോകേണ്ടവരാണ്. നമ്മുടെ ജീവിതം ധാരാളം പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നു. നാം ഭക്ഷണം പാകം ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, അതുപോലെ ഉറങ്ങുന്നു, അലക്കുന്നു, അതുപോലെ ധാരാളം നന്മകൾ, ധാരാളം കാര്യങ്ങൾ നാം ചെയ്യുന്നു. അതെല്ലാം നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. നാം നിസ്കാരങ്ങൾ കൃത്യമായി, സുന്നത്തുകളൊക്കെ അള്ളാഹുവിന് വേണ്ടി ഭക്തിയോടെ, ഖുശൂഅോടെ, ശ്രദ്ധയോടെ, ചിന്തയോടെ നിസ്കരിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ആ നിസ്കാരം മാത്രമല്ല, മറിച്ച് നമ്മുടെ അലക്കലും, നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കലും, ജോലി ചെയ്യലും, ഉറങ്ങലടക്കം എന്താണോ നാം ചെയ്യുന്നത് ആ ഹലാലായ കാര്യങ്ങളടക്കം, അതിഞ്ഞിപ്പം നേരെ നോക്കുമ്പോൾ ഒരു പുണ്യകർമ്മമല്ല എന്ന് വന്നാലും അതെല്ലാം പുണ്യകർമ്മമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അദ്കിയായിൽ പറയുകയുണ്ടായി, വസ്രിഫ് ഇലത്ത്വാഅതി വഖ്തക കുല്ലഹ്, നന്മയിലേക്ക് നിന്റെ എല്ലാ സമയങ്ങളും നീ ചെലവഴിക്കണം. എല്ലാ സമയങ്ങളും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഒന്നും ബാക്കില്ല. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും ഉറക്കമടക്കം മുഴു ടൈമുകളും തോഅത്തിലേക്ക് ചിലവഴിക്കണം, ഇബാദത്തിലേക്ക് ചിലവഴിക്കണം. അപ്പൊ ഒരു സംശയം ഉണ്ടാകും, അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കേ, വേറെ ജോലി ചെയ്യണ്ടേ, ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അലക്കണ്ടേ? അതിന് മഹാനവറുകൾ അടുത്ത വരിയിൽ പറയാണ്, വതകൂനു ഔഖാതുൽ മുബാഹി ബിനിയതി മസ്റൂഫതൻ ഫിൽ ഖൈരി ഫസ്ഹുബിൽ ഇഅ്തിലാ. ഹലാലാണ് എന്ന് മനസ്സിലാക്കിയ ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലിക്ക് പോകലും, അലക്കലും, മറ്റു കാര്യങ്ങളൊക്കെ, ഭക്ഷണം തിന്നലും, ഭക്ഷണം ഉണ്ടാക്കലും, ഇങ്ങനെയുള്ള ഹലാലായ കാര്യങ്ങളൊക്കെ മസ്റൂഫത്തൻ ഫിൽ ഖൈരി, നന്മയിലേക്ക് തിരിക്കപ്പെട്ട പുണ്യകർമ്മമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. നിയ്യത്ത് ചെയ്യണം, ഇത് നന്മയിലേക്ക് തിരിച്ച പുണ്യകർമ്മങ്ങളാക്കി മാറ്റാൻ കഴിയും ഹലാലായ ഇത്തരം പ്രവർത്തികൾ. പക്ഷെ നിയ്യത്ത് നന്നാക്കണം എന്നാണ് അദ്കിയായിൽ പറയുന്നത്. നിയ്യത്ത് എങ്ങനെ നന്നാക്കല് നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നാം ജോലിക്ക് പോകുമ്പോൾ ആ ജോലി ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഔറത്ത് മറക്കണം, നിസ്കരിക്കണം,
അതിന് ആരോഗ്യം വേണം, ഇബാദത്ത് ചെയ്യണം, നോമ്പനുഷ്ഠിക്കണം, അതിന് ആരോഗ്യം വേണം എന്ന് മാത്രമല്ല കുടുംബത്തെ സഹായം ചെയ്യലാണ് ജോലിക്ക് പോകുന്നയാള്. മാതാപിതാക്കളെ സംരക്ഷിക്കലുണ്ട്, മക്കളെ വളർത്തലുണ്ട്, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കലുണ്ട്. അതുപോലെ സുരക്ഷിതമായ വീട് നിർമ്മിക്കണം, അത് പുണ്യകർമ്മമാണ്. കാരണം മഴയത്ത് കിടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിന്റെ നന്മക്ക് ആവശ്യമായ, മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യൽ നമ്മുടെ കടമയാണ്. അതൊരു രക്ഷിതാവിന്റെ കടമയാണ്. ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായ ആ കടമകൾ നിർവഹിക്കാൻ വേണ്ടിയും അതിനുള്ള പണമുണ്ടാക്കാൻ വേണ്ടിയും, ഒരു വീട് നിർമ്മിക്കൽ നിർബന്ധമാണ്, അതിനുള്ള പണമുണ്ടാക്കാൻ വേണ്ടിയും, അതുപോലെ പണമുണ്ടെങ്കിലാണ് പള്ളികൾ നിർമ്മിക്കാൻ പറ്റൂ, പള്ളിയെ സഹായിക്കാൻ പറ്റൂ. മദ്രസകൾ ഇവിടെ ആവശ്യമാണ്, ഉസ്താദുമാർ ഇവിടെ ആവശ്യമാണ്. അതുപോലെ നന്മകളുടെ സ്ഥാപനങ്ങൾ ഇവിടെ ആവശ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കൽ ആവശ്യമാണ്. സാധുക്കളുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, രോഗികളുണ്ട്. നാം ജോലിക്ക് പോയൊരു 100 രൂപ ആർക്കെങ്കിലും സഹായിക്കണം. ഇങ്ങനെ ദീനിന് വേണ്ടി സഹായിക്കലും, അതുപോലെ സാധുക്കളും പ്രയാസമുള്ളവരെയും സഹായിക്കാനും, തന്റെ വീട്ടിൽ പ്രയാസങ്ങളെ നീക്കാനും, മക്കളെ സഹായിക്കാനും, കുടുംബത്തെ സഹായിക്കാനും, ഭാര്യയെ സഹായിക്കാനും, അല്ലെങ്കിൽ അവർക്ക് ചെലവ് കൊടുക്കാനും, അവരുടെ സുരക്ഷിതത്വത്തിനും, അവരുടെ വസ്ത്രത്തിനും, അവരുടെ മറ്റു വിദ്യാഭ്യാസത്തിനും, ഇങ്ങനെ നന്മകൾ നിറഞ്ഞ ധാരാളം ഹെൽപ്പുകൾ ചെയ്യാൻ വേണ്ടിയാണ്, നിർബന്ധമായ ഹെൽപ്പുകളും സുന്നത്തായ ഹെൽപ്പുകളും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ബിസ്മി ചൊല്ലി ജോലിക്ക് ഇറങ്ങുകയും ബിസ്മി ചൊല്ലി ജോലി തുടങ്ങുകയും നിസ്കാരങ്ങളൊന്നും ഖളാ ആക്കാതെ നിസ്കാരം 5 വക്ത് നിസ്കാരം സമയം തെറ്റാതെ നിർവഹിച്ചു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിക്ക് പോകുന്നതും അത് നിർവഹിക്കുന്നതും, അങ്ങനെ പണമുണ്ടാക്കി നമ്മുടെ വീട്ടിലേക്ക് അരി കൊണ്ടുവരുന്നതും, വീട്ടുകാർക്ക് സന്തോഷത്തിനു വേണ്ടി മറ്റു ഫ്രൂട്ട്സുകൾ വാങ്ങുന്നതും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും ഹെൽപ്പുകളും ചെയ്യുന്നതും എല്ലാം പുണ്യകർമ്മമാണ്, ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കല് അവരുടെ മുന്നിലൂടെ സ്വഹാബികളുണ്ട്, നല്ലൊരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സ്വഹാബികൾ ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യന് എന്തൊരു ആരോഗ്യം, അയാള് നമ്മുടെ കൂടെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര കൂലി ലഭിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാൾ പോകുന്നത് അയാളുടെ പ്രായമുള്ള മാതാപിതാക്കളെ രോഗത്തിന് വേണ്ടി ആവശ്യമായ മരുന്നിനോ, അവർക്ക് ആവശ്യമായ വസ്ത്രം നൽകാനോ, അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിന് വേണ്ടി ജോലിക്കാണ് പോകുന്നതെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ, ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് വീടുണ്ടാക്കാൻ, നിർബന്ധമായ കടമ വീട്ടാനാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാളെ മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റും വാങ്ങാൻ വേണ്ടി ജോലിക്കാണ് പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അയാൾ അള്ളാഹുവിന്റെ വഴിയിലാണുള്ളത്. ഇനി അയാൾ പോകുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യാനാണ് ഞാൻ ജോലിക്ക് പോകുന്നത് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ജോലിക്ക് പോയാൽ അത് പുണ്യകർമ്മമാകും. നബി തങ്ങൾ പറഞ്ഞു, അയാൾ ദീനിനെ സഹായിക്കാനാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ അതും പുണ്യമാണ്. ഇങ്ങനെ കുടുംബത്തെ സഹായിക്കാനാണെങ്കിൽ സാധുക്കളും മിസ്കീന്മാരെയും സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനുമാണ് അയാൾ പോകുന്നത്. ജോലിക്ക് പോയിട്ട് മിസ്കീന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണം, യതീമക്കൾക്ക് കൊടുക്കണം, അതുപോലെ സാധുക്കളെ ആ പൈസ കൊണ്ട് സഹായിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് അയാൾ ജോലിക്ക് പോകുന്നതെങ്കിൽ വിറക് വെട്ടി ജോലി ചെയ്ത് വിറക് വിറ്റ് ആ പണം ദീനിന്റെ സ്ഥാപനങ്ങൾക്കും വീട്ടിലെ ആവശ്യങ്ങൾക്ക്, അതെ തന്റെ മക്കളെ വളർത്താൻ വേണ്ടിയാണ് അയാൾ ജോലിക്ക് പോകുന്നതെങ്കിൽ
ഫഹുവ ഫീ സബീലില്ലാഹ്, അത് അള്ളാഹുവിന്റെ വഴിയിലാണ്. അപ്പൊ ജോലി ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ വഴിയിലാണ് ഉള്ളത്. ഇങ്ങനെ നിയ്യത്ത് നന്നാക്കി അതൊക്കെ പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യുകയാണെങ്കിൽ അവൻക്ക് പ്രതിഫലം ലഭിക്കും. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഓരോന്ന് നമുക്ക് പറയണം. ഉറങ്ങുന്നത് പുണ്യകർമ്മമാക്കി മാറ്റാൻ കഴിയും നിയ്യത്ത് നന്നാക്കിയാൽ. നേരത്തെ ഞാൻ അദ്കിയായിൽ പറഞ്ഞില്ലേ, ഹലാലായ പ്രവർത്തികൾ നിയ്യത്ത് നന്നാക്കിയാൽ പുണ്യകർമ്മമാവും. ഇപ്പൊ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, നിസ്കാരം ഖളാ ആക്കുന്നില്ല, നിയ്യത്ത് നന്നാക്കി. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ നിർബന്ധ കടമകളും സുന്നത്തായ കടമകളും വീട്ടാനാണ്, പൈസ വേണമല്ലോ, അത് നന്മകളിലേക്ക് ചെലവഴിക്കാനും മക്കളെ നന്നാക്കാനും വേണ്ടിയാണ് എന്ന് കരുതിക്കൊണ്ട് ചെയ്താൽ ആ ചെയ്യുന്നത് പുണ്യകർമ്മമായി മാറും. അങ്ങനെ നിയ്യത്ത് നന്നാക്കി നമ്മുടെ ഓരോ ടൈമും ഇബാദത്താക്കി മാറ്റാൻ കഴിയും, ഓരോ ടൈമും ഇബാദത്താക്കി മാറ്റാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളും പറയും, നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നിയ്യത്ത് നന്നാക്കി ആഖിറത്തിൽ എത്തുമ്പോ നമ്മുടെ ഏടിൽ, വലത് ഏടിൽ പുണ്യകർമ്മമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു നന്മയായി നമ്മുടെ ജോലികൾ മാറണം, ഉറക്ക് മാറണം, നമ്മുടെ വീട്ടിലെ ജോലികൾ, മറ്റു നന്മ, എന്ത് ഹലാലായ പ്രവർത്തികൾ വരെ മാറ്റിയെടുക്കാൻ കഴിയും. അതിന് ബാക്കിയുള്ള വോയിസുകൾ നിങ്ങൾ കേൾക്കണം, ക്ലാസുകൾ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.